ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ. അപ്പോൾ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് സ്പെഷ്യൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട് കയറാം. അപ്പോൾ ഇച്ചിരി കാപ്പിയൊക്കെ കുടിച്ചിട്ട് രാവിലെ പണി തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പം പപ്പ എല്ലാം കപ്പയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ടാകുമ്പോൾ മെല്ലെ പണിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പണി തുടങ്ങുകയാണ് കേട്ടോ. അപ്പം ഞാൻ എല്ല് നന്നായിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാൻ പോവാണേ. അപ്പം നല്ല വൃത്തിയിൽ നമ്മൾ 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അപ്പച്ചെമ്പിനകത്താണ് കേട്ടോ വേവിക്കുന്നത്. അത് അടുപ്പിൽ വെക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുക്കറിൽ നമുക്ക് വെക്കാമായിരുന്നു. അപ്പോൾ അപ്പച്ചെമ്പിനകത്തേക്ക് വെച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഇച്ചിരി മീറ്റ് മസാല, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി ഇട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെന്ത് വരുമ്പോഴത്തേനും അതിലേക്ക് ഒരു 2 സവാളയും കൂടെ അരിഞ്ഞിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് പിന്നെയും വേവിക്കാം. അപ്പോഴത്തേക്കും അമ്മ വന്ന് എന്നോട് വെറുതെ ഇരിക്കുകയും ഞാൻ ചെയ്തോളാം എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ കുറച്ച് വർത്താനെല്ലാം പറഞ്ഞ് ഞങ്ങളിരുന്നു. പിന്നെ അന്നേരത്തേക്കിനും അമ്മ കപ്പ പൊളിച്ചോളാമെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ കപ്പ പൊളിക്കാൻ നിന്നില്ല. എനിക്കാണെങ്കിൽ നല്ല കഫക്കെട്ടെല്ലാം ഉണ്ടായതുകൊണ്ട് ഞാനങ്ങനെ ചൂടൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ പാല് കുടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് പാലൊക്കെ തിളപ്പിച്ച് കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പാല് തിളപ്പിച്ച് കുടിക്കുകയാണ് കേട്ടോ. കുടിക്കാൻ പോകുന്ന ഭാഗമാണ് കാണുന്നത്. അപ്പോൾ അമ്മ പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അമ്മ കപ്പ പൊളിക്കാൻ പോയി കേട്ടോ. അപ്പോൾ കപ്പ പൊളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറേ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ പൂച്ചക്കുട്ടൻ അതിൽ ഓടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ കപ്പ എല്ലാം കൊത്തി എടുക്കുവാണ്. അങ്ങനെ കപ്പ നല്ല വൃത്തിയിൽ കഴുകിയെടുത്ത് നമ്മൾ അടുപ്പിൽ വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കപ്പയ്ക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആക്കാം കേട്ടോ. നമ്മുടെ എല്ല് നല്ലതായിട്ട് വെന്ത ഒരു പരുവമായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ കുറച്ച് മസാലയും കൂടെ വറുത്ത് ചേർക്കുന്നുണ്ട്. അപ്പം അമ്മ മസാല എല്ലാം കൂട്ട് ചേർത്ത് എല്ലിളക്കി നല്ലതായിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കപ്പ വെന്ത് കഴിയുമ്പോഴത്തേക്കിന് ഇതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കാമേ. അപ്പം നമ്മുടെ ഇവിടെയൊക്കെ കപ്പ ബിരിയാണിക്ക് ഏഷ്യാടെന്നാണ് കേട്ടോ പറയുന്നത്, ഇടുക്കിയിൽ. നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ എന്താ കപ്പ ബിരിയാണിക്ക് പറയുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ അരച്ചാണെങ്കിലും മിക്സ് ചെയ്യാം, അത് വെറുതെ ആണെങ്കിലും മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം ആക്കി വെച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ കപ്പ കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കപ്പ ബിരിയാണി ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചൂടോടെ ആണെങ്കിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. എനിക്ക് ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്ത് ഒരു പാത്രത്തിലേക്ക് ആക്കി കേട്ടോ. അപ്പോൾ നമ്മുടെ നന്നായിട്ട് കപ്പ ബിരിയാണി എല്ലാം നല്ല മിക്സ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കപ്പയെല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് കഴിക്കട്ടെ കേട്ടോ. കൂടെ നിങ്ങളും വരുന്നെങ്കിൽ കൂടെ പോരെ. എല്ലാവർക്കും നമ്മുടെ സിമ്പിളായിട്ടുള്ള കപ്പ ബിരിയാണി ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനലിനെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്നാലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് കഴിച്ച് തീർത്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ.